ഞാനും എൻ്റെ അനിയത്തി കബനിയും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തോട്ടിലേക്ക് പോവാണ്. കബനിക്ക് എപ്പോഴും ആദ്യം തന്നെ നിൽക്കണം. ഇതാ നമ്മളിപ്പോൾ സ്ഥലമെത്തി. ഇനി ആ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, സാഹസികമായി ഇറങ്ങുക. പിന്നെയും കബനി തന്നെയാണ് ആദ്യം നിൽക്കുന്നത്. എപ്പോഴും അങ്ങനെ തന്നെ. ഈയിടെ ഇവിടെ പുല്ലൊക്കെ പറിച്ചിട്ടുണ്ട്. ഇതാ എന്ത് ഭംഗിയല്ലേ. ഇപ്പോൾ തോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഉടുപ്പ് ഫുള്ള് നനഞ്ഞു. നനയാൻ പോവല്ലേ. അതെവിടെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയ മീൻ ഇവിടെ കൂടുതൽ 2 കളർ മീനാണ്. അതിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഗോൾഡ് നൽകിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ തുമ്പി കഴിയുമ്പോൾ പറഞ്ഞു കാണാം. ഇവിടെ കൂടുതൽ കാടൊക്കെ ഇങ്ങനെ വളർന്നു പോയി. ഇത്തിരി കാടൊക്കെ മുറിച്ചാൽ ഈ കവുങ്ങും വാഴത്തോട്ടും നല്ല വൃത്തി കാണും. അപ്പം നല്ല ഭംഗിയാണ്. കല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ പണി എന്താ വെച്ചാൽ കല്ലൊക്കെ പിടിച്ചിട്ട് അതെന്ത് പണി എന്താ വെച്ചാൽ കല്ല് പിടിച്ചിട്ട് ശ്വാസം പിടിച്ചിട്ട് ഇങ്ങനെ മുങ്ങിലാണ് പണി. പക്ഷെ ഇപ്പോൾ മണ്ണൊക്കെ തന്നെ കല്ലൊന്നും അങ്ങനെ ഇല്ല. ഈ ഭാഗത്തുണ്ട് ചാവായിട്ട് പിടിച്ചാൽ മീനിങ്ങനെ. ഇവിടുത്തെ ഓരോ കവുങ്ങുകൾ ഓരോ ആൾക്കാർ നട്ടതാണ്. വിശ്വസിക്കാൻ പറ്റൂല അല്ലേ. നല്ലോണം കാണാം. അങ്ങ് അപ്പുറത്തെ നാട്ടിലും അപ്പുറത്തെ നാട്ടിൽ വരെ ഉണ്ടാവും. ഇവിടെ കബനി മീൻ പിടിക്കാൻ നോക്കുവാണ്. കിട്ടിയാ കപ്പ് വേണ്ടേ മീൻ പിടിക്കാൻ? അപ്പം നമ്മളൊക്കെ തോട് ഇഷ്ടമാണോ? അപ്പം ഈ പണ്ടൊക്കെ നമ്മളത് അവിടെ ഒരു ഇല കാണുന്നുണ്ട്. ഈ സാധനം അതിപ്പോൾ നമ്മളിങ്ങനെ പറിച്ചിട്ട് തോണിയായിട്ട് ഇങ്ങനെ പിടിക്കും അല്ലേ. അപ്പോൾ ചിലപ്പോഴൊക്കെ ഇവിടെ കുറേ കവുങ്ങൊക്കെ ഇല്ല. അപ്പോൾ ഇങ്ങനെ അടക്ക ഇങ്ങനെ വീഴുന്നത് കാണാം. അപ്പോൾ നമ്മളത് പറക്കിയിട്ട് ഇങ്ങനെ ഈ അടക്ക ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കുമല്ലോ. അപ്പോൾ അത് ബോൾ പോലെ ഇങ്ങനെ ഇറങ്ങി കളിക്കും. അതായപ്പോൾ കബനി ഇവിടെ മീനെ പിടിക്കാൻ നോക്കാം നിങ്ങളെ കാണിക്കാൻ. പക്ഷെ കിട്ടുന്നില്ല. എനിക്ക് കിട്ടിയാണോ? കാണുന്നുണ്ടോ? അവിടെ ഈ ഭാഗത്ത് നീന്താൻ നോക്കിയാൽ പിന്നെ ഈ മീനുകൾ വിടത്തില്ല. അങ്ങനെ ഇറങ്ങിയാൽ മതി. അവർക്ക് മാത്രം നീന്തേണ്ടയാണ് എൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊത്താൻ തുടങ്ങും. നമ്മളൊക്കെ പേടിയാണ് അവരെ അല്ലേ. പേടിയല്ല, ഇത് നമ്മളിവിടെ മുങ്ങി കുളിച്ച് കഴിയുമ്പോൾ നമ്മൾ കുറേ നീന്തി കളിക്കും. പിന്നെതാ ഇറങ്ങിയ പാടെ തന്നെ നമ്മളുടെ സുഖമൊക്കെ പോയി തണുപ്പാവാൻ തുടങ്ങും അല്ലേ നമ്മളോ? നിങ്ങളുടെ അനിയത്തി എനിക്ക് അനിയന്മാരെ നിങ്ങളെ എടി എടാ പോടി പോടാന്ന് വിളിക്കുന്നുണ്ടോ? കാരണം എന്താ അനിയത്തി എന്നെ വിളിക്കുന്നുണ്ട് അല്ലേ നമ്മള്. അതിൻ്റെ പണി എടി എടാ പോടി, എടി പോടി എന്നൊക്കെ വിളിക്കും. ഇതിലൊക്കെ പോകുമ്പോൾ നല്ല രസമാണ് ഇത് കാണാൻ. ഇവിടെ കുറേ വെള്ളത്തിൽ മുങ്ങി കഴിയുമ്പോൾ അയ്യോ, എല്ലാ അനിയത്തിമാരും ഒരു കുഞ്ഞു കുസൃതിയൊക്കെ കാണിക്കത്തില്ലേ, അതേപോലെ നമ്മുടെ കബനി ഇപ്പം കളിക്കുന്നേ. വെള്ളത്തിൽ മുങ്ങി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തണുക്കത്തില്ലേ. അപ്പോൾ ഈ വെയിലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നീന്തണാ? ഇപ്പം നീന്താട്ടാ. ഞാൻ അണിഞ്ഞോളാം.
അപ്പോൾ എന്താ നമ്മൾ വെള്ളത്തിൽ കുറേ മുങ്ങിക്കളിക്കുമ്പോൾ തണുക്കത്തില്ല. അപ്പോൾ വെയിലുള്ള സ്ഥലത്തിലേക്ക് ഇങ്ങനെ പോയി പൊങ്ങിക്കിടക്കും. ഈ കവുങ്ങുകളുണ്ട്, 2 എണ്ണം ഒരേ സമയത്ത് മഴയിൽ ഇടിഞ്ഞ് വീണതാ. നല്ല വൃത്തിയിൽ കുടുങ്ങിയിരിക്കുവാന്ന് കാട്ടിൽ. അപ്പോൾ നമ്മൾ ഇത് കയറ് കെട്ടി വെച്ചിട്ട് അത് പിടിച്ചോണ്ട് നീന്താൻ പഠിക്കും. പക്ഷെ ഇപ്പം അത്ര ആഴും ഇല്ലല്ലോ. ഇപ്പം തലയിലത്തെ താരനും എല്ലാം പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു താളി ആക്കും. അത് ചെമ്പരത്തിലയും പൂവും കൊണ്ട് അല്ല നമ്മളോ അരച്ചാക്കുക ഞെക്കിയിട്ട്. കണ്ടോ, മരങ്ങളിലൊക്കെ കിളികൾ ഇങ്ങനെ കളിക്കുന്നത് കാണാം. ഇങ്ങനെ നോക്കിയാൽ കണ്ട അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ മലയാളം ഇത്തിരി മോശമാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. പിന്നെ മേലത്തെ കുട്ടികൾ കളിക്കുമ്പോൾ ചെളി ഇങ്ങനെ വരും. ഒരു കുഞ്ഞു ശല്യമാണ്. ഇവിടെ നിന്ന് വരെ അവരുടെ ഒച്ചകൾ കേൾക്കാം. എന്താ നമ്മളിപ്പോൾ ആദ്യത്തെ താളി ഉണ്ടാക്കുന്ന അതുകൊണ്ട് ഒരു കുഞ്ഞ് ഇത് അല്ലേ. വെള്ളം പോലെ ഉണ്ടല്ലോ. തീരുമാനമായി. നമ്മുടെ അമ്മ അവിടെ ഇരുന്ന് അലക്കുവാണ്. നമ്മളോ അത് അലക്കുന്ന ശ്രദ്ധിക്കണം. ഇപ്പം അലക്കുമല്ല, താളി ഉണ്ടാക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് പണിയുന്നു. ഞാനിവിടെ ഇരുന്ന് ക്യാമറ പിടിക്കുമല്ലേ. കിളികളൊക്കെ കുളിക്കുമ്പോൾ ഞാൻ ഇവിടെ നോക്കി നിൽക്കണം. ആരെങ്കിലും ക്യാമറ പിടിക്കാമെന്ന് വരെ വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോൾ ആദ്യത്തെ വീഡിയോ അല്ലേ. പിന്നെ നമ്മൾ ഇനിയും നല്ല വീഡിയോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അല്ല നമ്മളോ. നമ്മളോ ടാറ്റ പറയുന്നില്ലേ. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. മതി ഒരു ഡാൻസ്, വെള്ളത്തിൽ ഇരുന്നോണ്ടൊരു ഡാൻസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ ചെറുതാണ്. പക്ഷേ ഇപ്പം അമ്മോ ടാറ്റ പറഞ്ഞേ. എടി എന്നോടല്ല ടാറ്റ പറയുന്നുണ്ട്.